വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കാണിക്കുന്ന കുറച്ച് പ്രൊഡക്ട്സ് റെക്കമെൻഡേഷൻസ് ആണ്. ഇപ്പോൾ ആമസോണിൽ കുറെ ഓഫേഴ്സ് നടക്കുന്നല്ലോ, അപ്പോൾ അതിൽ സ്കിൻ കെയറും ഹെയർ കെയറും ബോഡി കെയറും ഒക്കെ ആയിട്ട് എനിക്ക് വർത്തായിട്ട് തോന്നിയിട്ടുള്ള പ്രോഡക്ട്സുകൾ റെക്കമെൻഡ് ചെയ്യാൻ വെച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറച്ചധികം പ്രോഡക്ട്സ് ഉണ്ട്, അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകെ. ഇത് ഡെർമാക്കോന്റെ 1% സാലിസിലിക് ആസിഡ് ജെൽ ഡെയിലി ഫേസ് വാഷ് ആണ് ഫോർ ആക്റ്റീവ് ആക്നെ. സാലിസിലിക് ആസിഡ് ഉണ്ട്, വിച്ച് ഹേസൽ ഉണ്ട്, വില്ലോ ബാർക്ക് ഉണ്ട്, ഡേ ആൻഡ് നൈറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ പ്രോഡക്റ്റിന്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഒരു 300 ആ റേഞ്ച് വരും. നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. എന്റെ ആക്നെ പ്രോൺ ഓയിലി സ്കിൻ ആണ്, അത് ആദ്യമേ പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി പ്രോഡക്ട്സ് റെക്കമെൻഡേഷൻസ് ഒക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത് എന്റെ ആക്നെ പ്രോൺ സ്കിന്നിന് സൂപ്പർ ആണ്. നമുക്ക് ഒരു 70% വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഭയങ്കര ഡ്രൈയിങ് അല്ല, അല്പം ഡ്രൈയിങ് ആണ് ഈ തണുപ്പ് സീസൺ ആയതുകൊണ്ട്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. ജെൽ ബേസ്ഡ് ആണ്, അതുകൊണ്ട് എന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കുക അങ്ങനെ ഒന്നുമില്ല. എന്റെ ഓയിലി സ്കിൻ നന്നായിട്ട് കംഫർട്ടബിൾ ആണ്. എന്റെ ആക്റ്റീവ് ആക്നയുടെ പ്രശ്നം നന്നായിട്ട് പരിഹരിച്ചു തരുന്നുണ്ട്. നമ്മുടെ മുഖക്കുരു മാറ്റുന്നതിന് ഒരു പരിധി ഉണ്ട് കേട്ടോ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ, എസ്പെഷ്യലി ഫേസ് വാഷ്. കാരണം നമ്മൾ യൂസ് ചെയ്ത് കളയുവാണ്, നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് ഇട്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് അത്ര എഫക്ട് കിട്ടത്തില്ല. പക്ഷേ ഇതൊരു ഫേസ് വാഷിനെ കൺസിഡറേഷൻ നോക്കുമ്പോഴത്തേക്ക് സൂപ്പർ പ്രോഡക്റ്റ് ആണ്. ആഗ്നയുള്ളവർക്ക് സുഖമായിട്ട് ട്രൈ ചെയ്യാം. എല്ലാ സ്കിൻ ടൈപ്പിനും. ഓയിലി സ്കിന്നും നിർബന്ധമില്ല കേട്ടോ, കാരണം ഇത് ജെൽ ബേസ്ഡ് ആണ്. നെക്സ്റ്റ് ഞാൻ എപ്പോഴും കാണിക്കുന്ന പ്രോഡക്റ്റ് ആണ് പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ നോൺ സ്റ്റിക്കി ഫ്രഷ് ഫീൽ ഹൈഡ്രേറ്റഡ് ഗ്ലോ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ പ്രൈസ് വളരെ കുറവാണ്, വളരെ അഫോർഡബിൾ റേഞ്ചിൽ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. എസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർക്ക് ഇങ്ങനെ ഓയിലി ആക്കാണ്ട് ഒട്ടി ഇരിക്കാണ്ടൊക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓയിലി സ്കിന്നിന് സൂപ്പർ പ്രോഡക്റ്റ് ആണ്, എല്ലാ സ്കിൻ ടൈപ്പിനും സൂപ്പർ ആണ് കേട്ടോ. ഒരു ജെൽ കൺസിസ്റ്റൻസി ആണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒട്ടൻകിയുടെ ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാനത് റിവ്യൂ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, പക്ഷേ ഇപ്പൊ എന്തായാലും എന്റെ ബോട്ടിൽ നിലവിലില്ല. ഞാൻ എന്റെ പടം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രോഡക്റ്റ് സൂപ്പർ ആണ് എല്ലാ സ്കിൻ ടൈപ്പിനും. പിന്നെ ഇപ്പൊ ഞാൻ കാണിച്ച പോൺസിന്റെ അത്രയും ലൈറ്റ് വെയിറ്റ് ജെൽ ടൈപ്പ് അല്ല, ഇച്ചിരി കൂടെ ഒരു ക്രീമി ടെക്സ്ചറിലോട്ട് വരും. ഇത് യെല്ലോ കളറാണ്, വിറ്റമിൻ സി ഉണ്ട്. സോ നമ്മൾ പൊട്ടിച്ചാല് ഒരു അടുത്ത കാലം കൊണ്ട് തന്നെ യൂസ് ചെയ്ത് തീർക്കണം. 1 വർഷം വരെ ഇരിക്കുമെന്ന് വിചാരിക്കരുത്. ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കൂടുതലുണ്ടെങ്കിലും കാര്യമില്ല, നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് തീർത്തോളണം. സോ ചെറിയ ബോട്ടിൽ തന്നെ വാങ്ങിച്ചാൽ മതിയാകും, വലിയ ബോട്ടിൽ വാങ്ങിക്കണമെന്നില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് യൂസ് ചെയ്ത് തീരില്ല എന്ന് തോന്നുന്നെങ്കിൽ. പിന്നെ ഇതിന്റെ ഗുണം പറഞ്ഞാൽ നന്നായിട്ട് ലൈറ്റ് വെയിറ്റ് ആണ്, എല്ലാ സ്കിൻ ടൈപ്പിന്റെ സൂപ്പർ ആണ്. എസ്പെഷ്യലി ഓയിലി സ്കിന്നിന് എക്സ്ട്രീംലി ഓയിലി ആക്കാൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് തരും. ഇങ്ങനെ ഒട്ടുന്ന ഫീൽ ഇല്ലേ, ആ ഫീലില്ലാണ്ട് മോയ്സ്ചറൈസ് ചെയ്യും. പിന്നെ ആഗ്രഹമുള്ളവർക്ക് ഒരുപാട് പാട് വരത്തില്ല, ഇത് മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ പിഗ്മെന്റേഷൻ ഇല്ലേ ഇവിടെയുള്ളതൊക്കെ, അതൊക്കെ കുറയാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സൂപ്പർ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേവറേറ്റ് ആണ്, ഡോട്ടൻകിയുടെ റെറ്റിനോൾ പ്ലസ് സെറമൈഡ് നൈറ്റ് റിപ്പയർ ക്രീം ആണ്. ഇത് 25 ml ആണ്. ഞാൻ പറയുന്ന നേരത്തെ കുഞ്ഞു ബോട്ടിൽ വാങ്ങിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കുഞ്ഞിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മറ്റേ വിറ്റമിൻ സിയുടെ മോയ്സ്ചറൈസർ ആയാലും, ടൂമത്തിന്റെ പേര് പറഞ്ഞൊന്നും ഓർമ്മയില്ല, വിറ്റമിൻ സി മോയ്സ്ചറൈസർ ആണ് കേട്ടോ. സൂപ്പർ ലൈറ്റ് ജെൽ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ ഞാൻ എഴുതി ചേർത്തിട്ടുണ്ടാവും മുകളിൽ എവിടെയെങ്കിലും ഒക്കെ. അപ്പോ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ സ്കിന്നിൽ ഏജിങ്ങിന്റെ സെൻസ് എന്തായാലും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, കാരണം പ്രായമാവുന്നുണ്ടല്ലോ. അപ്പോ അത് പെട്ടെന്ന് ഒരു ദിവസം കുറച്ചെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും. എസ്പെഷ്യലി എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഓപ്പൺ പോർസ് ഒക്കെ വന്നിട്ട് ഒരു ഫൈൻ ലൈൻസ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. അതൊന്ന് ഇത് യൂസ് ചെയ്തപ്പോഴത്തേക്ക് കുറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റിംഗ് അല്ല ഇത്, നമുക്ക് സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ജെൽ മോയ്സ്ചറൈസർ ആണ്. സോ ലൈറ്റ് വെയിറ്റ് ആയിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ട് ഈ റെറ്റിനോളിന്റെ എഫക്റ്റും സെറമൈഡിന്റെ എഫക്റ്റും ഒക്കെ ആയിട്ടാണ്. മെയിൻലി റെറ്റിനോളാണ് നമുക്ക് സഹായിക്കുന്നത് ഏജിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെ സഹായിച്ചിട്ട് ഏജിങ്ങിന്റെ സൈൻസ് കുറച്ച് കുറയ്ക്കുന്നുണ്ട്. സോ ഒരു 25 കഴിഞ്ഞവർക്ക് ഇത് നൈറ്റിലെ സ്കിൻ കെയർ ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. ഇതും ഓയിലി സ്കിന്ന് ഡ്രൈ സ്കിൻ അങ്ങനെയൊന്നുമില്ല, എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് സ്യൂട്ടബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്, ഒരു മോയ്സ്ചറൈസർ ആണ്. ഡോക്ടർ ഷെഫിന്റെ സെറമൈഡ് ആൻഡ് വിറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. 1% വിറ്റമിൻ സി കോംപ്ലക്സ് ഉണ്ട്, സെറമൈഡ് കോംപ്ലക്സ് ഉണ്ട്, അശ്വഗന്ധ എക്സ്ട്രാക്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞു പോകുന്നില്ല, കാരണം അതിന്റെ എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഇതിന്റെ പ്രൈസിന്റെ അടുത്ത് പുറത്ത് എഴുതിയിട്ടില്ല, ഇതിൽ മറ്റേ അതിന്റെ ഈ കാട്ടുമൊന്നുമില്ല. സോ അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ മോർണിംഗ് റോട്ടീനിന്റെ ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ജെല്ലാണ്. പക്ഷേ ഞാനിപ്പോ പറഞ്ഞ മറ്റേ ഇതിന്റെ കണ്ടോ ഒരു വൈറ്റ് കളറാണ്. ഇത് പോൺസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ലൈറ്റ് വെയിറ്റ് അല്ല, പക്ഷെ എന്റെ ഓയിലി സ്കിന്നിൽ ഭയങ്കര ഇങ്ങനെ ഒട്ടി പിടിക്കുന്നില്ല. എന്റെ ഓയിലി സ്കിന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. സോ ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കറന്റ് എന്റെ ഫേവറേറ്റ് ആണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിലും സെക്കൻഡ് ചേരും, ഇന്ന സ്കിൻ ടൈപ്പ് എന്നില്ല. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് വിറ്റാമിൻ സിയുടെ ഗുണമുണ്ട്, നിയാസിനമിഡിന്റെ ഗുണമുണ്ടെന്ന് എക്സ്ട്രാ ഇവിടെ ഇല്ലല്ലേ, വിറ്റാമിൻ സിയുടെ ഗുണമുണ്ടെന്ന് എടുത്ത് ഞാൻ പറയുന്നില്ല. വിറ്റാമിൻ സി സെറം നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന അത്രയും ഗുണമൊന്നും ഒരു മോയ്സ്ചറൈസറിൽ വിറ്റാമിൻ സി ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരിക്കലും ഉണ്ടാവണമെന്നില്ല. അത്രയും ഗുണം പറഞ്ഞില്ലേ. മറ്റേ ഡോട്ടൻകിയുടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്രയും ഒരു പാട് മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇതും നല്ലതാണ് പാട് മാറാനും നമ്മുടെ സ്കിന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും. പക്ഷെ ഇത് കൂടുതലും മോയ്സ്ചറൈസേഷൻ പർപ്പസിന് ഞാൻ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പാട് മാറാൻ തന്നെ ഒരുപാട് ഹെൽപ്പ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ ഓയിലി സ്കിന്ന് ഇത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്.
ഓയിലി സ്കിന് മോയ്സ്ചറൈസേഷൻ ഉള്ള സാധനങ്ങൾ ഇങ്ങനെ ഒട്ടി ആക്കാണ്ട് കിട്ടുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ഇല്ലേ, ആ ഒരു പരിഗണനയിൽ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് യങ് ആക്കുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്കിൻ ഒന്ന് ഹെൽത്തി ആക്കുന്നുണ്ട്. ആ വിറ്റാമിൻ സിയുടെ ഗുണത്തിനെക്കാളും എനിക്ക് വിറ്റാമിൻ സിക്ക് നമ്മുടെ പിഗ്മെന്റേഷൻ മാറുക, ഒന്ന് ബ്രൈറ്റ് ആക്കുക, അങ്ങനെയുള്ള ഒരു ഗുണത്തിനെക്കാളും ഒന്ന് യങ് ആക്കുന്നതായിട്ട് ഫീൽ കിട്ടി കേട്ടോ. അത് ഞാൻ പറയാൻ മെയിൻ ആയിട്ട് ഒന്നെങ്കിൽ വാക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. യങ് ആക്കുന്നത്, ഹൈഡ്രേറ്റ് ചെയ്യുന്നത് ഒന്ന് യങ് ആക്കുന്നത്, അല്ല വെറും ഒരു ഹൈഡ്രേഷൻ നോർമൽ ഒരു മോയ്സ്ചറൈസിങ് ഞാനിത് ബെറ്റർ എന്ന് പറയത്തില്ലായിരുന്നു. കാരണം പോൺസിന്റെ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ഇത് അടിപൊളി എന്ന് പറയത്തില്ലായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായി. എന്റെ കറന്റ് ഫേവറേറ്റിന്റെ അകത്ത് ഇതുണ്ട്, കറന്റ് മോർണിംഗ് റൊട്ടീൻ്റെ അകത്ത് ഇതിപ്പോ ഉണ്ട്. നെക്സ്റ്റ് പ്രോഡക്റ്റ് പ്ലമ്മിന്റെ ഒരു സിറമാണ്. പ്ലമ്മിന്റെ എൻകാപ്സുലേറ്റഡ് 2% സാലിസിലിക് ആസിഡ് ഫേസ് സിറം. സാലിസിലിക് ആസിഡ് ഉണ്ട്, ആക്നയ്ക്ക് വേണ്ടി തന്നെയാണ്. ഫൈസ് ആക്റ്റീവ് ആക്നെ റെഗുലർ സിബം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്റെ നെറ്റിൽ പഴുത്തിങ്ങനെ തുടുത്തൊരു ആക്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നല്ല, ഒരു വലുതും പിന്നെ 2-3 ചെറുതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് ഞാനത് യൂസ് ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് ഞാൻ മാറിയെന്ന് പറയത്തില്ല, പക്ഷെ നന്നായിട്ട് കുറഞ്ഞു. ഈ നമ്മളെ ആക്നെ നോർമലായിട്ട് നമ്മൾ ചില പൊടിക്കൈയൊക്കെ ചെയ്ത് മാറ്റിയാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു പൊന്തിയ ക്രസ്റ്റ് അവിടെ തന്നെ അങ്ങനെ ഇരിക്കും. ആ ക്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കത്തില്ല, ആ ഒരു കുന്നുമല്ലയൊക്കെ അവിടെ തന്നെ ഇരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല, നന്നായിട്ട് കുറഞ്ഞായിട്ട് ഫീൽ ചെയ്യും. സൈസ് കുറഞ്ഞിട്ട് അതിങ്ങനെ സബ്സൈഡ് ചെയ്തിട്ട് പതുക്കെ പോകുന്നുണ്ട്. സോ എനിക്ക് ഈ പ്രൊഡക്റ്റ് എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നിന് ദ ബെസ്റ്റ് ആണ്. ഹോളി ഗ്രേയിൽ പ്രൊഡക്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, ഇപ്പൊ നിലവിൽ യൂസ് ചെയ്യുന്നില്ല, എനിക്ക് നന്നായിട്ട് വർക്കായ, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായ ഒരു പ്രൊഡക്റ്റ് ആണ്. ആക്നെ പ്രോൺ സ്കിന്നുള്ളത് സുഖമായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ധൈര്യമായിട്ട് കണ്ണും കൂടി ട്രൈ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞത് ട്രൈ ചെയ്യേണ്ട, പാച്ച് ടെസ്റ്റ് ഇടത്തിയോട്ട് കുഴപ്പമില്ലെങ്കിൽ ട്രൈ ചെയ്താൽ മതി കേട്ടോ. എനിക്ക് നന്നായിട്ട് വർക്കായി, കറന്റ് ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാനിത് വീണ്ടും എന്തായാലും വാങ്ങിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ വേറെ ഞാൻ പ്രൊഡക്റ്റ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം 2 ദിവസം കൊണ്ട് എന്റെ ആക്നയുടെ കഥ കഴിഞ്ഞ് കിട്ടുന്നുണ്ട്. മീൻസ് ഫുള്ളൊന്ന് മാറി അവിടുത്തെ പാടും എല്ലാം പോയിന്നില്ല. ആക്നെ എന്ന് പറയുന്ന സാധനം 1-2 ദിവസത്തിനകത്ത് ഫുൾ മാറുന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് നന്നായിട്ട് പസ്തൊക്കെ മാറി, വേദനയൊക്കെ മാറി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ബാക്കി കുറച്ച് റെസിഡി ഒക്കെ വരത്തില്ലേ, ആ ഭാഗം 2 ദിവസം കൊണ്ടങ്ങ് മാറി കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് സിറം എന്റെ കയ്യിലില്ല, പക്ഷേ ഞാൻ പറഞ്ഞുതരാം, പണം ചേർക്കാം. വിറ്റാമിൻ സി മിനിമലിസ്റ്റിന്റെ നിയാസിനമൈഡ് സിറമാണ്. എന്റെ ഫസ്റ്റ് നിയാസിനമൈഡ് സിറം അതായിരുന്നു. സൂപ്പർ ആണ്, എസ്പെഷ്യലി ഫോർ ഓയിലി സ്കിൻ. നമ്മുടെ ഈ ഓപ്പൺ പോർസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്, ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ ആക്നയില് ഞാൻ സ്പോട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആക്നെ കുറയുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ എനിക്ക് ആ പ്രൊഡക്റ്റ് ഓവറോൾ എനിക്ക് ഇഷ്ടമാണ്. നന്നായിട്ട് ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ ഓയിലി സ്കിന്നിൽ അത് ഇട്ടാൽ ഒരു എഫക്റ്റും ഇല്ല, എന്തെങ്കിലും ഇട്ടായിട്ടുമില്ല. നന്നായിട്ട് വെള്ളം പോലെ ചേർന്ന് സ്കിന്നിൽ അങ്ങ് അലിഞ്ഞ് ചേർന്നോളും. സോ അതിന്റെ മോസ്റ്റ് ഫേവറേറ്റ് നിയാസിനമൈഡ് സിറത്തിന്റെ അകത്ത് എപ്പോഴും വരുന്നതാണ്. അതിന്റെ കയ്യിൽ ഇപ്പൊ ബോട്ടിലില്ല, പക്ഷെ ഞാൻ പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് നിയാസിനമൈഡ് സിറമാണ്, പ്ലമ്മിന്റെ നിയാസിനമൈഡ് സിറം. അതെനിക്ക് നല്ല ഇഷ്ടമായി. ബട്ട് എനിക്ക് അതിന്റെ കൺസിസ്റ്റൻസി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പ്രോഡക്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായി. എന്റെ ഓയിലി സ്കിന്നിന് എനിക്ക് സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല. എല്ലാ കാലാവസ്ഥയിലും, നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ അത് നല്ലതാണ്. അത് ഇച്ചിരി ഹൈഡ്രേറ്റിംഗ് ആണ്. ബാക്കി നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് തരും. എന്റെ പോഴ്സിനൊക്കെ ഒന്ന് കുറച്ച് നിയാസിനമൈഡ് സിറത്തിന്റെ ഗുണങ്ങളെല്ലാം നടത്തി തരുന്നുണ്ട്. പക്ഷെ അതിന്റെ എക്സ്ട്രാ ഹൈഡ്രേഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും അങ്ങോട്ട് ഓയിലി സ്കിന്നിന് എല്ലാ കാലാവസ്ഥയിലും യൂസ്ഫുൾ അല്ല. പക്ഷെ നിങ്ങൾക്ക് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ സുഖമായിട്ട് നിയാസിനമൈഡ് സിറം ആണെങ്കിൽ ഇതിലോട്ട് പോയാൽ മതിയാകും. ബാക്കിയുള്ള നിയാസിനമൈഡ് സിറത്തിനെ കാര്യം ബാക്കി ഞാൻ ഇനി ഒന്നും കൂടെ പറയാം. അതിനെക്കാളും ഒക്കെ നമ്മുടെ നോർമൽ ടു ഡ്രൈ ആണെങ്കിൽ അതാണ് ബെറ്റർ, ഈ പ്ലമ്മിൻ്റെത്. പക്ഷെ ഓയിലി സ്കിന്നുകാർക്ക് അത് എല്ലാ കാലാവസ്ഥയിലും സൂപ്പർ അല്ല. എസ്പെഷ്യലി ഭയങ്കരമായിട്ട് ചൂടുള്ള കാലാവസ്ഥയിൽ നമുക്കത് അത്രയും ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിന് ആവശ്യമില്ല. നന്നായിട്ട് സ്വെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വെറ്റാവും, ഓയിലി ആയി പ്രൊഡക്ഷൻ ഒക്കെ നടക്കുമല്ലേ, ഫാക്ടറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഓയിൽ പ്രൊഡക്ഷനിൽ. സോ നമുക്ക് അത്രയും ഹൈഡ്രേഷൻ ആവശ്യമില്ല. അതുകൊണ്ട് എല്ലാ കാലാവസ്ഥയിലും ഓയിലി സ്കിന്നിനകത്ത് ചേരത്തില്ല, കോമ്പിനേഷൻ സ്കിന്നിന് അത്ര സൂപ്പർ ആയിരിക്കില്ല. പക്ഷെ നല്ലൊരു സൂപ്പർ പ്രോഡക്റ്റ് ആണ്, മനസ്സിലായി. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുള്ള സിറമാണ് നിയാസിനമൈഡ് സിറമാണ്. ഡോക്ടർ ഷെത്തിന്റെ സെന്റൽ ആൻഡ് നിയാസിനമൈഡ് സിറം. സെന്റൽ നമ്മുടെ ആക്നെയൊക്കെ മാറ്റാൻ വേണ്ടി നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതില് കുഞ്ഞക്ഷരമൊക്കെ വായിക്കാൻ പാട്. ഇതില് 10% നിയാസിനമൈഡ് ഉണ്ട്, 1% സിങ്ക് PC ഒക്കെ ഉണ്ട്. അപ്പൊ സിങ്ക് ഒക്കെ മറ്റൊരുണ്ടായിരുന്നു, മിനിമലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ആക്നെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആക്നെ അല്ല എൻ്റെ ഒരു മെയിൻ ഫോക്കസ്. ഈ സിറം ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേനും മിനിമലിസ്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കത് കോൺസെൻട്രേറ്റ് ചെയ്തു. ഞാൻ കാരണം എൻ്റെ അന്ന് സാലിസിലിക് ആസിഡ് സിറമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കണം, ആക്നെയിൽ വർക്ക് ചെയ്തു. അപ്പോൾ ആക്നെയിൽ വർക്ക് ചെയ്തു. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ ഓവറോൾ സ്കിൻ ഹെൽത്തിന് വേണ്ടി നന്നായിട്ട് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഓയിൽ കൺട്രോൾ ഒന്ന് നടത്തുന്നുണ്ട്, പോർസ് ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു നിയാസിനമൈഡ് സിറത്തിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട് അതൊക്കെ നന്നായിട്ട് നടത്തി തരുന്നുണ്ട്. പക്ഷേ ആക്ച്വലി സെന്ററിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആക്നേക്കൊക്കെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആക്നെക്ക് ഞാൻ വേറെ പ്രോഡക്ട്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടില്ല ഇത് ആക്നെ മാറ്റി തരുന്നു. പക്ഷേ നിയാസിനമൈഡ് സിറത്തിന്റെ ഗുണമെല്ലാം ഇതിനുണ്ട്, നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ എൻ്റെ ഓയിൽ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ, ആ ഒരു ഹൈഡ്രേഷനിക്ക് ആവശ്യമില്ലാണ്ട് ഹൈഡ്രേറ്റ് വർക്ക് ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ കറന്റ് ഫേവറേറ്റ് ആണ്. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഓയിലി സ്കിന്നുകാർക്ക് പ്രോഡക്റ്റ് ലെയറിങ് ഭയങ്കര ഒരു ടാസ്ക് ആണ്. എസ്പെഷ്യലി നമുക്ക്
നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇടുന്ന, സെറം ഇടുന്ന, മോയ്സ്ചറൈസർ ഇടുന്ന, പിന്നെ നമ്മൾ സൺസ്ക്രീൻ ഇടുന്ന, നമ്മൾ ഓരോ പ്രോഡക്റ്റ് എടുത്ത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ലെയറിങ് ഒരു എന്തോ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ഫീലിംഗ് അത്ര ഇഷ്ടമാകത്തില്ല. സോ സൺസ്ക്രീൻ സ്റ്റിക്കിലോട് ഞാൻ മാറിയപ്പോഴത്തേക്ക് എന്റെ ഓയിലി സ്കിൻ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഉപയോഗിച്ച സ്റ്റിക്ക് സോട്രോന്റെ ആണ്. അത് പ്രൈസ് കുറവാണ്, ക്വാണ്ടിറ്റിയും കുറവാണ്, പക്ഷെ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. ഭയങ്കരമായിട്ട് അത് നമുക്ക് ഒരു വാക്സ് ടൈപ്പിലല്ലേ വരുന്നത്. സോ അത് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ഹൈഡ്രേറ്റ് ചെയ്ത് ഒന്ന് ഓയിലി ആക്കി അങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ലാണ്ട് നന്നായിട്ട് ഓയിലി സ്കിന്നിൽ വർക്ക് ചെയ്യും. ആ സോട്രോന്റെ അത് ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സൺസ്ക്രീൻ സ്റ്റിക്കിലോട്ട് പിന്നെ ഇറങ്ങത്തില്ലായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് വർക്കായി, എനിക്ക് ഇഷ്ടമായി. ഒരു ബിഗിനർ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പൈസ കുറവാണ്, പക്ഷെ കുറച്ച് പ്രൊഡക്റ്റേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും എന്തായാലും ഇഷ്ടമാവും. ഓയിലി സ്കിന്നുകാർക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പർക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഓയിലി സ്കിന്നുകാർക്ക് ഇങ്ങനെ കുറെ ലെയർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഹൈഡ്രേഷനും ഇങ്ങനെ ഒട്ടുന്ന ഫീലിംഗ് ഒക്കെ ഒരുമാതിരി ഇറിറ്റേഷൻ ആകും. സോ ആ ഒരു ഇതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോയ്സ്ചറൈസ് കഴിഞ്ഞാൽ പിന്നെ സ്കിന്നിൽ തൊടണ്ട, ആ സ്റ്റിക്ക് എടുത്താൽ നേരെ അപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായി? ആ ഒരു എഫക്റ്റിന്റെ സൂപ്പറാണ്, പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പക്ഷെ എന്റെ പാക്കേജിങ് ഇച്ചിരി പൂറാണ്, അത് ഇളകി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേക്കും. പക്ഷെ നന്നായിട്ട് വർക്കാവും, നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് കുറ്റം പറയാനല്ല, പാക്കേജിങ് ഒരു ഇച്ചിരി പൂറായിരുന്നു. എന്നെ തിരിച്ച് വീണ്ടും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് യൂസ് ചെയ്തത്. പക്ഷെ എനിക്ക് പ്രോഡക്റ്റ് ക്വാളിറ്റി ഇഷ്ടമായി. മനസ്സിലായില്ലേ? ആ പ്രോഡക്റ്റിന്റെ വർക്കിംഗ് ആക്ഷൻ അത് എനിക്ക് ഇഷ്ടമായി. പിന്നെ ഡോറൻഗിന്റെ 2 സൺസ്ക്രീൻ ആണ്. അത് ഞാൻ പിക്ചർ ആടി നിൽക്കാം. കയ്യിൽ ഇപ്പോൾ എന്തെങ്കിലും ബോട്ടിലോ സാധനങ്ങളോ ഒന്നുമില്ല. നന്നായിട്ട് എല്ലാ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നന്നായിട്ട് ഭയങ്കര ഓവറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തില്ല, നന്നായിട്ട് സ്കിന്നിൽ അലിഞ്ഞിങ്ങനെ ചേർന്നങ്ങ് പോകും. ബ്ലെൻഡ് ചെയ്യാൻ ഈസിയാണ്. ഇച്ചിരി ലിക്വിഡി കൺസിസ്റ്റൻസിയാണ്, ക്രീമി അല്ല. സോ നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാണ്ട് എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. പ്രൊട്ടക്ഷനും നല്ലതാണ് കേട്ടോ. രണ്ടിന് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. ഇത് ഡോക്ടർ ഷെത്തിന്റെ നീമാൻ സാലിസിലിക് ആസിഡ് ബോഡി വാഷ് ആണ്. എന്റെ ഫസ്റ്റ് ഡോക്ടർ ഷെത്തിന്റെ പ്രോഡക്റ്റ് ഇതാണ്. എപ്പോഴും നമുക്കൊരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഫേസ് വാഷ് ഇന്നോ ബോഡി വാഷ് ഇന്നോ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് വർക്ക് ആവുന്നുണ്ടോ അതിലൊരു കോമൺ ഇൻഗ്രീഡിയൻസും ഫോർമുലയൊക്കെ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ബാക്കി സ്കിൻ കെയർ ഇട്ട് നോക്കാം. അപ്പൊ ഞാൻ ആദ്യത്തെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വാങ്ങിച്ചതിന് കാരണം ബോഡി ആക്നെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. ഇപ്പൊ ഇവിടെ കുറെ വന്നിട്ടുണ്ട്. ചില ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കുരുകുരുനാ വരും. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് മാറുന്നുണ്ട്. ബോഡി ആക്നെ എനിക്ക് ചില സമയത്ത് പെയിൻഫുൾ ആവലുണ്ട്, കുറെ വന്നിട്ട് ചിലപ്പം കുഴപ്പമില്ലാതെ അങ്ങ് തരതരി ആയിട്ടുള്ള കുരുവാണ് വരുന്നത്. എന്നാലും എനിക്കത് ഇറിറ്റേഷനാണ് ചില സമയത്ത്, പെയിൻ ഒക്കെ ആയിട്ട്. സോ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് മാറുന്നുണ്ട്. ഭയങ്കര മണവോ അതിലൊരു ഫ്ലേവർ, ആ ഒരു സ്മെല്ല് നിലനിർത്തും അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇതിൻ്റെ അകത്ത്. പക്ഷെ ഇത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ബോഡി ആക്നെ മാറ്റാൻ. ബോഡി ആക്നേക്ക് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മളെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി. അല്ലാണ്ട് ഇതിൽ നമുക്ക് നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്മെല്ല് കിട്ടും, അടിപൊളിയായിരിക്കും, സൂപ്പർ ആയിരിക്കും അങ്ങനെ വിചാരിക്കേണ്ട. ഈ ബോഡി ആക്നെ അഗേൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ബോഡി വാഷ് ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റ് റോസ്മേരി വാട്ടർ ആണ്. മിസ്റ്റിക് ലിവിംഗ് ഒറിജിനൽസ് സ്റ്റീം ഡിസ്റ്റിൽഡ് റോസ്മേരി വാട്ടർ ആണ്. ഇത് ഭയങ്കര പ്യൂർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് വെച്ചപ്പോഴത്തേക്ക് ഇത് പ്യൂർ ആണ്. കാരണം 100% പ്യൂർ സ്റ്റീം ഡിസ്റ്റിൽഡ് റോസ്മേരി വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് 399 ആയിരുന്നു. എനിക്ക് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. നമ്മുടെ റോസ്മേരി വാട്ടറിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയില്ല. ഹെയർ ഫോൾ തടയാൻ വേണ്ടിയിട്ട്, ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. സോ അത് ഞാൻ ആഴ്ചയിൽ 2 ദിവസത്തെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. എനിക്ക് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നല്ല ഒരു നാച്ചുറൽ സ്മെല്ലാണ്. നമുക്ക് കെമിക്കൽ സ്മെല്ല് വേറെ ഒന്നുമില്ല. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള റോസ്മേരി വാട്ടർ വേണമെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ട്. റോസ്മേരി വാട്ടർ നമുക്ക് മിക്സ്ഡ് ആയിട്ട് അത് യൂസ് ചെയ്യാം, ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് യൂസ്ഫുൾ ആണ്. പക്ഷെ എനിക്കൊരു ഓയിലി സ്കിന്നിൽ ഹൈഡ്രേഷൻ എക്സ്ട്രാ ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഫേസ് ടൈം അതിനെ യൂസ് ചെയ്തിട്ടില്ല. ഹെയർ ചെയ്യാനാണ് എന്റെ കോൺസെൻട്രേഷൻ കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് അലോവേര ജെല്ലാണ്. വോവിന്റെ അലോവേര ജെല്ല്. നിങ്ങൾക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യണം സ്കിന്നിൽ. നിങ്ങൾക്ക് നല്ല അലോവേര ജെല്ല് വേണം. നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ പാടുണ്ട്. നാച്ചുറൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അലർജി ഉണ്ട്. അലർജി മീൻസ് കറയുടെ അലർജി ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അലോവേര ജെല്ല് നന്നായിട്ട് വർക്ക് ആവുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായി ട്രൈ ചെയ്യാം. അല്ല കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അലോവേര ജെല്ല് അലർജി ഇല്ലെങ്കിൽ കേട്ടോ. ഇപ്പൊ അതിന്റെ കറ മാറ്റിയാൽ അലോവേര ജെല്ല് അലർജിയുള്ള ആൾക്കാർ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇല്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. സോ ഇത് സ്കിന്നിലെ ഏകദേശ പ്രശ്നങ്ങൾ മാറ്റി കിട്ടും. നമ്മുടെ സ്കിൻ യങ്ങായി കിട്ടും, പാടുകൾ മാറ്റി കിട്ടും, ആക്നെ മാറ്റി കിട്ടും. മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് ഒരു ഫേസ് പാക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാണ്ട് ഒരു മോയ്സ്ചറൈസേഷൻ പറ്റത്തില്ല. ഓയിലി കോമ്പിനേഷൻ സ്കിന്നിൽ മോയ്സ്ചറൈസർ ആയിട്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് സൂപ്പർ പ്രോഡക്റ്റ് ആണ്. വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഒരാഴ്ച ട്രൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്തോ വീഡിയോ ഇട്ടിട്ടുണ്ട്. സൂപ്പറാണ്. ഞാനിത് കുറെ നാൾ സ്കിൻ കെയർ ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നല്ല റിസൾട്ട് ഉണ്ട്. നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് സെറം വേണം, ക്രീം വേണം, മോയ്സ്ചറൈസർ അത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് യൂസ് ചെയ്താൽ തന്നെ മതിയാകും. നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. മനസ്സിലായില്ലേ? നാച്ചുറലാണ്. 100% പ്യൂർ എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ 99% ക്ലെയിം ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാനത് ഇൻഗ്രീഡിയൻസ്
എല്ലാം ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞിട്ടില്ലേ, ഇത് 100% പ്യൂർ ആയിട്ടുള്ളതല്ല, പക്ഷേ കമ്പാരിറ്റീവ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു ഫോം ഇതാണ്. നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. അലർജിയോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അലോവേര ജെൽ അലർജി ഇല്ലാത്തവർക്ക് അലോവേര ജെൽ സുഖമായിട്ട് ട്രൈ ചെയ്യാനുണ്ട്. ഒരുപാട് പ്രോഡക്റ്റ് ട്രൈ ചെയ്യേണ്ട, സ്കിന്നിൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. മോയിസ്ചറൈസർ ആയിട്ട് ഓയിലി കോമ്പിനേഷൻ സ്കിൻ യൂസ് ചെയ്യാം. മറ്റേ സ്കിൻ ടൈപ്പുകാർക്ക് ഇതൊരു 10-20 മിനിറ്റ് ഒരു മാസ്ക് പോലെ ഇട്ട് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. വാഷ് കളയേണ്ട, ജസ്റ്റ് എക്സ്ട്രാ ആൾ വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതിയാകും. ബാക്കി സ്കിന്നിൽ അങ്ങ് ചേർന്നോളല്ലോ. അപ്പോൾ ഇത് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഡെർമാക്കോന്റെ 15% AHA പ്ലസ് 1% BHA ബിഗിനർ ഫേസ് പീലിംഗ് സൊല്യൂഷൻ ആണ്. ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, മാലിക് ആസിഡ്, സാലിസിലിക് ആസിഡ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഇല്ല. ആഴ്ചയിൽ 2 ദിവസമൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ആഴ്ചയിൽ 1 ദിവസം, ചിലപ്പോൾ 2 ആഴ്ചയിൽ 1 ദിവസമൊക്കെ യൂസ് ചെയ്യലുള്ളൂ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. നമ്മുടെ സ്കിന്നിൽ നമുക്ക് പ്രത്യേകിച്ച് ഈ പോർസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ സ്ക്രബ് ചെയ്യുന്നത് അത്ര വർക്ക് ആവത്തില്ല, പോർസ് വലുതായി പോലുണ്ട്. ഞാനത് പേഴ്സണലി ഒബ്സർവ് ചെയ്ത കാര്യമാണ്. സോ നമുക്ക് ഡെഡ് സ്കിന്നിന് പോണ ഒരു മാർഗം വേണ്ടേ, നമുക്ക് ഡെഡ് സ്കിന്ന് മാറാൻ വേണ്ടി നല്ലൊരു ഭയങ്കര ഡീപ്പ് ക്ലെൻസിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പീലിംഗ് സൊല്യൂഷൻ ആണ്, പക്ഷെ നമ്മുടെ പോർസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തരാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആക്നെയൊക്കെ നമ്മുടെ സ്കിൻ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണ്. സോ ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പാച്ച് ടെസ്റ്റ് തന്നെ അഗൈൻ ഇത് ബിഗിനേഴ്സിനും കൂടെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ള പ്രോഡക്റ്റുകളുണ്ട് 30%, അതല്ല, ഇത് ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ളതാണ്. സോ സുഖമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പീലിംഗ് സൊല്യൂഷൻ ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ്, പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് തുടങ്ങാവുന്നതാണ്. നെക്സ്റ്റ് ഇത് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള, ഞാൻ ഇടയ്ക്ക് റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഹെയർ സ്റ്റിക്ക്. ഇത് നമ്മുടെ ഹെയറിന് പശ നോക്കി പോലെ ഒട്ടിച്ച് വെക്കുന്ന ഒരു സ്ലീക്ക് ബണ്ണ്, സ്ലീക്ക് ഹെയർ സ്റ്റൈല് അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് വാക്സ് ആണ് കേട്ടോ. ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ വരും, ഒരു നല്ലൊരു മണമുണ്ട് കേട്ടോ. ദൈവികത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു സ്മെല്ല് അതാണ് വരുന്നത്. അല്ലാണ്ട് ഒരു ആയുർവേദിക് സ്മെല്ലോ കെമിക്കൽ സ്മെല്ലോ ഒന്നുമില്ല. നന്നായിട്ട് വർക്ക് ആകുന്നുണ്ട്. നമുക്ക് സ്കിന്നിലല്ലോ ഹെയർ ഇങ്ങനെ സ്ലീക്ക് ലുക്ക് ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ കുറേ പ്രോഡക്റ്റ് ഉണ്ട്, നമുക്ക് 10 സമയം എടുത്ത് യൂസ് ചെയ്ത് തീർക്കാവുന്നതാണ്. യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, സ്മെല്ല് അടുത്ത ദിവസം വന്നിട്ടുണ്ടായിരുന്നു. കുളിച്ച് കഴിഞ്ഞിട്ട് സ്മെല്ല് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ ഹെയർ നന്നായിട്ട് സ്മെല്ല് ചെയ്യാൻ വേണ്ടി ഇത് യൂസ്ഫുൾ ആണ്. ബീബലൻസിന്റെ ഒരു ഹെയർ പ്രൊട്ടക്ടർ സ്പ്രേ ആണ്, ഹെയർ പ്രൊട്ടക്ഷൻ മിസ്റ്റ് ആണ്. ഇത് നന്നായിട്ട് എല്ലാ ഹെയർ ടൈപ്പിനും നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. എൻ്റെ ഹെയർ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. എൻ്റെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഹെയർ ഒന്നുമല്ല, വടമ്പലത്തെ ഹെയർ ഒന്നുമല്ല, ഇത്തിരി പാവമായിട്ടുള്ള ക്ഷീണിച്ച ഹെയറൊക്കെയാണ്. സോ എൻ്റെ ഹെയറിൽ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഹെയർ പ്രൊട്ടക്ഷൻ വേണ്ടി. ചില സമയത്ത് ഞാൻ ഹീറ്റിംഗ് ബ്രഷ്, സ്ട്രൈറ്റനിങ് ബ്രഷ്, സ്ട്രൈറ്റർ, എക്സ്ട്രാ ഫ്ലാറ്റ് സ്ട്രൈറ്റനർ, പിന്നെ അതിന് മുമ്പായിട്ട് മറ്റേ ഈ സാധനം നമ്മുടെ ചൂടടിക്കുന്ന ഹെയർ ഡ്രയർ എല്ലാം യൂസ് ചെയ്യലുണ്ട്. എന്നിട്ട് പോലെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെയർ കുറച്ചുകൂടെ ഒന്ന് ഷൈനി ആയിട്ട്, ഒരു സ്മൂത്ത് ആയിട്ട്, ഒന്ന് മാനേജബിൾ ആയിട്ട്, ഒന്ന് അടിപൊളിയായിട്ടൊരു ഇച്ചിരി ഒരു ലുക്ക്, എക്സ്ട്രാ ലുക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്ത്. എൻ്റെ നോർമൽ ടെക്സ്റ്ററിൽ നിന്ന് കുറച്ചുകൂടെ ഒരു ഷൈനി സോഫ്റ്റ് ആയിട്ട് ഒരു കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ട് മാനേജബിൾ ആയിട്ട് കിടക്കുന്ന ഒരു ടെക്സ്റ്ററിലോട്ട് ഹെയറിനെ മാറ്റുന്നുണ്ട് തൽക്കാലത്തേക്കായിട്ട്. ഇത് കഴുകിക്കളയുമ്പോഴേക്കും അതിന്റെ എഫക്ട് പോകും, പക്ഷെ അതുപോലെ നന്നായിട്ട് കിടക്കുന്നുണ്ട്. സോ എനിക്ക് ഇഷ്ടമായി. ഇത് ഉപയോഗിച്ച് നമ്മുടെ ഹെയറിന് ഒരു മൈൽഡ് സ്മെല്ലും ഉണ്ടാവും, നല്ലൊരു പ്ലസന്റ് സ്മെല്ല്. നെക്സ്റ്റ് റെക്കമെൻഡേഷൻ ഇതാണ്, ലാസ്റ്റ് റെക്കമെൻഡേഷൻ ആണ്. സ്കിൻ ഹെയർ ബോഡി ഇത്രയും മാത്രം വെച്ചിട്ടുള്ളത് ഡൊഡങ്കിയുടെ സ്ട്രോബെറി ഡ്യൂ സൺസ്ക്രീൻ സ്റ്റിക്ക് ആണ്. ഇതും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഓയിലി സ്കിന്നിനകത്ത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ റീ അപ്ലൈ ചെയ്യാൻ ഇത് യൂസ്ഫുൾ ആണ്. ഇത് ഒത്തിരി കണ്ടന്റ് ഉണ്ട്. ഞാൻ ഷോർട്ട് റൂ പറഞ്ഞില്ല, അത്രയും പോലെയല്ല, അതിനേക്കാൾ ഇതിന് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആദ്യമായിട്ടൊരു സ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ധൈര്യമായിട്ട്. പിന്നെ എന്നെ വിശ്വാസം അല്ലെങ്കിൽ പറഞ്ഞാണ് മറ്റേ ചെറുത് യൂസ് ചെയ്യാം. വിശ്വാസം മാത്രം പോലെ എൻ്റെ സ്കിൻ പോലെ തന്നെ ഏകദേശം ഒക്കെ വർക്ക് ചെയ്യുന്നെങ്കിലും നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള ഒരു ആൾക്ക് തീരെ റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു ഓയിലി സ്കിന്നുകാർക്ക് അല്ലെങ്കിൽ ഇത്തിരി കോമ്പിനേഷൻ സ്കിന്നുകാർക്ക്, പിന്നെ ഭയങ്കര മൊക്കിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലീൻ സ്കിന്നുള്ള ഭയങ്കര പാച്ച് ആയിട്ടുള്ള സ്കിന്നിന് എൻ്റെ ഈ ഒരു സ്കിൻ കെയർ നന്നായിട്ട് അത്രയും യൂസ്ഫുൾ ആവത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എൻ്റെ വിശ്വാസമില്ല ഞാൻ പറഞ്ഞ് മനസ്സിലായിരുന്നു. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് വർക്ക് ആയില്ലെങ്കിൽ മോശമില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷോർട്ട് റൂട്ട് ട്രൈ ചെയ്യാൻ. അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് പ്രോഡക്റ്റിലോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. എന്ത് പറ്റി? ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ തൊട്ടപ്പെടുത്തി ചെറുതായിട്ട് സൗണ്ട് ആയിട്ട് ഞാൻ പൊളിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ പറഞ്ഞത്, ഇത് നമുക്ക് നന്നായിട്ട് റീ അപ്ലൈക്ക് പറ്റുന്നതാണ്. പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഒരു 60 to 70% പ്രൊട്ടക്ഷനേ ഉള്ളൂ. ഭയങ്കര 100% പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല. SPF 50 ഉണ്ട്, PA++++ ഒക്കെ ഉണ്ട്, 4+ ഉണ്ട്. പിന്നെ ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് ക്വാണ്ടിറ്റി കൂടുതലാണ് മറ്റേതിനെക്കാളും. സോ പ്രൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതാണ് കുറച്ചുകൂടെ നമുക്ക് പ്രോഡക്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ലാഭമെന്ന് എനിക്ക് തോന്നുന്നത്. തുടക്കക്കാർക്ക് ഇത് വാങ്ങിക്കാൻ ധൈര്യക്കുറവുണ്ടെങ്കിൽ അതിൽ നിന്ന് തുടങ്ങാവുന്നതാണ്.
ചില സ്റ്റിക്ക് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഭയങ്കര ഓയിലി ആക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന ഈ 2 സ്റ്റിക്ക് ഓയിലി സ്കിന്നുകാർക്ക് സൂപ്പറാണ്. കാരണം ഭയങ്കരമായിട്ട് ഓയിലി ആക്കുന്നില്ല, എക്സ്ട്രാ ഹൈഡ്രേറ്റ് ചെയ്യുന്നില്ല. ചെറിയൊരു പൊടിക്കൊരു ഹൈഡ്രേഷൻ ഇങ്ങനെ തിൻ ലെയർ ഇങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് പോകുമ്പോഴത്തേക്കും ചെറുതായിട്ടൊരു പൊടിക്ക് വന്നാലേ ഉള്ളൂ. ഭയങ്കര നെഗ്ലക്റ്റബിൾ ആണ്, നമുക്ക് എടുത്തിങ്ങനെ പറയാൻ പോലും ഇല്ലായിരിക്കും. സോ ഓയിലി സ്കിന്നൊക്കെ സുഖമായി ട്രൈ ചെയ്യാവുന്ന ഒരു സൺസ്ക്രീൻ സ്റ്റിക്കാണ്. പ്രൊട്ടക്ഷൻ ഉണ്ട്, നമ്മുടെ സ്കിന്നിൽ ഒരു പൊടി ഇങ്ങനെ ഓയിലി ആക്കത്തില്ല, ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ നമ്മൾ സൺസ്ക്രീൻ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അതിന്റെ പുറത്ത് നമ്മൾ മേക്കപ്പ് ഇടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇത് ഒരു വാക്സ് പോലെ ഇങ്ങനെ കവർ ചെയ്യുമല്ലോ ഫുള്ള്. അപ്പം നമുക്ക് അതിന്റെ പുറത്ത് മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു ഫിനിഷ് കിട്ടുന്നുണ്ട്. പ്രൈമർ ഇല്ലെങ്കിൽ പോലും അതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അത് ഇതിന്റെ ഈ സ്റ്റിക്ക് മാത്രമല്ല മറ്റു സ്റ്റിക്ക് ആയാലും. പിന്നെ ഇത് രണ്ടും ഓയിലി സ്കിന്നുകാർക്ക് വർക്കാവുന്നതാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ചെയ്യും, പക്ഷേ ഓയിലി സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നും നോർമൽ സ്കിൻ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓയിലി സ്കിൻ സൂപ്പറാണ്, അതില്ലേ ഓട്ടുന്ന ഫീലിംഗ് ഇല്ല. പിന്നെ നമുക്ക് എടുത്തിങ്ങനെ ഓരോന്ന് തേക്കുന്ന ആ ഒരു എക്സ്ട്രാ എഫേർട്ട് ഒന്നുമില്ല അതൊക്കെ കൊണ്ട്. സോ നിങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുടെ ഇടയിൽ ഞാൻ കുറേ വട്ടം സോ പറഞ്ഞെന്ന് എനിക്കറിയാം, എന്നാണ് നിൽക്കേണ്ട, അതിന് നേരം കാണത്തുള്ളൂ. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഇപ്പോൾ എനിക്ക് നിലവിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വന്ന റെക്കമെൻഡേഷൻസ് ആണ്. നിങ്ങൾക്ക് ഇതിലൊന്നും പ്രൊമോഷൻ അല്ല, ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഇതെല്ലാം ഒരെണ്ണം മാത്രം എനിക്ക് കൊളാബറേഷന് കിട്ടിയത്, അത് മറ്റേ റോസ്മേരി വാട്ടർ. ബാക്കിയെല്ലാം എൻ്റെ സ്വന്തം ബേസിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്, എല്ലാം സ്വന്തം ബേസിക് വാങ്ങിച്ചാണ്. സോ ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് വർക്കായതുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാണ്ട് ഞാനിത് പ്രൊമോഷനോ കാര്യമായിട്ട് പറഞ്ഞതല്ല. ഇപ്പം ഓഫേഴ്സ് നടക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ്, വീഡിയോ ഇട്ടതാണ്. സോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി മേക്കപ്പിൻ്റെ കൂടെ വേണമെങ്കിൽ താഴെ കമന്റ് ഇടണം കേട്ടോ. അപ്പോൾ ടാറ്റ.